ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധം 10-ാം അധ്യായം. നാരദ ഉവാച. ഭക്തിയോഗസ്യ തത്സർവം അന്തരായ തയാർഭഗഃ മന്യമാനോ ഋഷികേശം സ്മയമാന ഉവാചഃ. ശ്രീനാരദൻ അരുളി ചെയ്തു. ധർമാർത്ഥ കാമസംബന്ധികളായ ഏതൊരനുഗ്രഹവും പരമപ്രേമ ലക്ഷണമായ ഭക്തിയോഗത്തിന് വിഘ്നമായിരിക്കുന്നു എന്ന് നിശ്ചയിച്ചിരിക്കുന്ന ബാലനായ പ്രഹ്ലാദൻ വരൻ വാങ്ങാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നറിഞ്ഞിരുന്നിട്ടും മോഹിപ്പിക്കുന്ന സാക്ഷാൽ അന്തര്യാമിയായ ശ്രീഹരിയോട് മനസ്സിലുള്ള വിചാരത്തെ തന്നെ സ്പഷ്ടമായി പുഞ്ചിരി ചെയ്തുകൊണ്ട് പറഞ്ഞു. പ്രഹ്ലാദ ഉവാച. മാം പ്രലോഭയോത്പത്യാസക്തം കാമേഷു തൈർവരൈഹി തത്സംഗഭീതോ നിർവിണ്ണോ മുമുക്ഷുസ്ത്വാമുപാശ്രിതഃ. പ്രഹ്ലാദൻ പറഞ്ഞു, ഹേ ഭഗവൻ, അസുരവംശത്തിൽ ജനിച്ചിരിക്കുന്ന ഞാൻ സ്വഭാവത്താൽ തന്നെ വിഷയഭോഗങ്ങളിൽ ആസക്തനാകുന്നു. അങ്ങ് ആ ഭോഗസാധനങ്ങളെ തന്നെ ഇഷ്ടാനുസരണം നൽകാമെന്നുള്ള അനുഗ്രഹവാക്യങ്ങൾ കൊണ്ട് എന്നെ മോഹിപ്പിക്കാതിരിക്കണം. വിഷയങ്ങളുടെ ഉപഭോഗം നരകാദി ദുഃഖഹേതുവാണെന്നോർത്ത് ഭയപ്പെട്ടും അതിൽ നിന്ന് വിരക്തനുമായിരിക്കുന്ന ഞാൻ മോക്ഷേച്ഛയോടുകൂടി അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുകയാകുന്നു. ഭൃത്യലക്ഷണജിജ്ഞാസുർഭക്തം കാമേഷ്വചോദയത് ഭവാൻ സംസാരബീജേഷു ഹൃദയഗ്രന്ഥിഷു പ്രഭോ. ഹേ ഭഗവൻ, പ്രഭോ, അങ്ങയുടെ ഭക്തനായ എന്നെ സംസാരബീജങ്ങളും ഹൃദയഗ്രന്ഥി എന്നുപോലെ വിട്ടൊഴിയുവാൻ പ്രയാസമേറിയവയുമായ വിഷയങ്ങളിൽ പ്രേരിപ്പിച്ചത്, ഇഷ്ടവരങ്ങളെ വരിക്കുക എന്നരുളി ചെയ്തത് ഭൃത്യൻ്റെ ലക്ഷണത്തെ അറിവാൻ വേണ്ടിയിട്ടാകുന്നു. നാന്യതാതേ കില ഗുരോ ഘടേത കരുണാത്മനഃ യസ്ത ആശിഷ ആശാസ്തേ ന സഭൃത്യ സവൈവണിക്. ഹേ അഖില ഗുരോ, അങ്ങനെയല്ലെങ്കിൽ സകല ഹിതോപദേഷ്ടാവും അന്തരംഗത്തിൽ പൂർണ്ണ കാരുണ്യമുള്ളവനുമായ അങ്ങയിൽ യോജിക്കയില്ല. വരങ്ങൾ ആഗ്രഹിക്കുന്ന ഭൃത്യന്മാരുമില്ലയോ എന്നുള്ള ശങ്കയ്ക്ക് അവകാശമില്ല. യാതൊരുവൻ ആഗ്രഹം സമ്പാദിപ്പാനായി അങ്ങയെ സേവിക്കുന്നുവോ അവൻ ഭൃത്യനല്ല, വ്യാപാരിയാകുന്നു. വ്യാപാരിയോ അവൻ്റെ ആവശ്യം സാധിപ്പാനായി മറ്റൊരുവനെ അനുവർത്തിക്കുന്നവനാകുന്നു. ആശാസാനോ നൈവ ഭൃത്യഃ സ്വാമിന്നാശിഷ ആത്മനഃ ന സ്വാമി ഭൃത്യത സ്വാമ്യമിച്ഛൻ യോജാതി ചാശിഷഃ. പ്രഭുവിൽ നിന്ന് സേവാബലത്തെ ആഗ്രഹിക്കുന്ന ഭൃത്യന്മാരും ഭൃത്യന്മാർക്ക് ബലദാനം ചെയ്യുന്ന പ്രഭുക്കളും ലോകത്തിൽ കാണപ്പെടുന്നില്ലയോ? ഉണ്ട്. എന്നാൽ അവർ രണ്ടുപേരും പരമാർത്ഥത്തിൽ ഭൃത്യനുമല്ല, സ്വാമിയുമല്ല. രണ്ടുപേരുടെയും പരമോദ്ദേശം സ്വകാര്യം സാധിക്കണമെന്നാകയാൽ അവർ വ്യാപാരികൾ തന്നെ എന്നുറപ്പിക്കുന്നു. സ്വാമിയിൽ നിന്ന് അഭീഷ്ടങ്ങളെ ആഗ്രഹിച്ചു സേവിക്കുന്നവൻ ഭൃത്യൻ തന്നെയല്ല. അതുപോലെ തന്നെ ഭൃത്യനെക്കൊണ്ട് സ്വന്തം കാര്യം നടത്തിക്കുവാൻ വേണ്ടി അവൻ്റെ ആഗ്രഹങ്ങളെ നൽകുന്നവൻ സ്വാമിയുമല്ല. രണ്ടുപേരും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ലക്ഷണമുള്ളവരാകയാൽ കച്ചവടക്കാർ തന്നെ. അഹം ത്വകാമസ്തദ്ഭക്തസ്ത്വം ച സാമ്യന്യഭാശ്രയഃ നാന്യദേഹാവയോരർത്ഥോ രാജസേവകയോരിവ. ഞാനാകട്ടെ അങ്ങയിൽ നിന്ന് യാതൊന്നും ആഗ്രഹിക്കാതിരിക്കുന്ന അങ്ങയുടെ ഭക്തൻ. അങ്ങോ ഭൃത്യനെക്കൊണ്ട് യാതൊരു കാര്യവും സാധിക്കാനില്ലാത്ത സ്വാമി. അങ്ങനെയല്ലാതെ ഈ ലോകത്തിൽ രാജാവിനും സേവകനും തമ്മിലുള്ള അന്യോന്യ പ്രയോജനേച്ഛ നമ്മൾ രണ്ടുപേർക്കുമില്ല. യതിരാസീശമേ കാമാൻ വരാംസ്ത്വം വരദർഷഭ കാമാനാം ഹൃദ്യ സംരോഹം ഭവതസ്തു വൃണേവരം. ഹേ വരദാനം ചെയ്യുന്നവരിൽ വെച്ച് ശ്രേഷ്ഠനായ ഈശ്വര, ഞാൻ ആഗ്രഹിക്കുന്ന വരങ്ങൾ നൽകുവാൻ അങ്ങ് കരുണ ചെയ്യുന്നുവെങ്കിൽ എൻ്റെ ഹൃദയത്തിലുള്ള കാമബീജങ്ങൾ അങ്കുരാവസ്ഥയെ പ്രാപിക്കാതെ നിശേഷം ദഹിക്കേണ്ടതിന് മതിയായ അനുഗ്രഹരൂപമായ വരം ഞാൻ അങ്ങയിൽ നിന്നും വരിക്കുന്നു. ഇന്ദ്രിയാണി മനഃപ്രാണ ആത്മാധർമ്മോ ധൃതിർമതിഃ ഹ്രീ ശ്രീസ്തേജസ്മൃതി സത്യം യസ്യ നശ്യന്തി ജന്മന. കാമത്തിൻ്റെ അങ്കുരാവസ്ഥയിൽ തന്നെ ഇന്ദ്രിയാദികൾ നിഷ്ഫലങ്ങളായി ഭവിക്കുന്നു. അതുതന്നെ അവയുടെ നാശം. ഇന്ദ്രിയങ്ങളെ ഭഗവത് സേവയ്ക്ക് ഉപയോഗിക്കാൻ വിഷയാസക്തിന് സാധിക്കുകയില്ല. അതിനാൽ അവയുള്ളതും ഇല്ലാത്തതും ബലമൊന്നു തന്നെ. ആഗ്രഹിച്ച വസ്തുക്കൾ സമ്പാദിക്കാനുള്ള മാർഗം ചിന്തിക്കുന്നതിൽ മനസ്സും പ്രവർത്തിക്കും. അതുതന്നെ മനോനാശം. കാമാധീനൻ
ലോകദാസൻ എന്ന് വരുന്നതിനാൽ അവൻ്റെ പ്രാണങ്ങൾ ശ്വാസോച്ഛ്വാസ ധർമ്മങ്ങളെ വെടിഞ്ഞിട്ടില്ലെങ്കിലും അവൻ മരിച്ചതിന് തുല്യം തന്നെ. അതിനാൽ പ്രാണനും നശിച്ചതുപോലെയായി. ആഗ്രഹമുള്ളവൻ അകൃത്യങ്ങളിൽ ഏർപ്പെട്ടും ആഗ്രഹപൂർത്തി വരുത്താൻ ശ്രമിക്കും. അതിനാൽ നരകത്തിൽ ചെന്നു വീഴും. അതുതന്നെ ജീവനാശം. വർണ്ണാശ്രമോചിത ധർമ്മങ്ങളെ അനുഷ്ഠിപ്പാൻ കാമിക്കു സാധിക്കുകയില്ല. അതിനാൽ ധർമ്മവും നശിക്കുന്നു. ലാഭനഷ്ടങ്ങളെ സഹിപ്പാനുള്ള ധൈര്യവും അവനുണ്ടാകുകയില്ല. സാരാസാരങ്ങളെ വേർതിരിച്ചറിയുവാൻ ഉപകരിക്കുന്ന ബുദ്ധിശക്തിയും നശിക്കും. അനുചിത കർമ്മങ്ങളിൽ ഏർപ്പെടുന്നതിൽ ലജ്ജയും അവനുണ്ടാകുകയില്ല. ഐശ്വര്യം, പ്രതാപം, ഭഗവത് അനുസന്ധാനം എന്ന ശ്രേഷ്ഠ ഗുണങ്ങളെല്ലാം കാമോത്പത്തിയിൽ നശിക്കും. അതിനാൽ കാമവാസന തീരെ ഇല്ലാതെയാവാൻ തന്നെയാണ് അങ്ങ് അനുഗ്രഹിക്കേണ്ടത്. സകല ദോഷങ്ങളുടെ ഉത്പത്തിയും ഗുണങ്ങളുടെ നാശവും കാമം നിമിത്തമുണ്ടാകും. വിമുഞ്ചതി യഥാ കാമാൻ മാനവോ മനസി സ്ഥിതാൻ തർഹ്യേവ പുണ്ടരീകാക്ഷ ഭഗവത്വായ കൽപ്പതേ. ഹേ പുണ്ടരീകാക്ഷ, മനസ്സിലിരിക്കുന്ന കാമങ്ങളെ മനുഷ്യൻ എപ്പോൾ നിശ്ശേഷം വിട്ടുകളയാൻ ശക്തനായി വരുന്നുവോ അപ്പോൾ ഭഗവാനായ അങ്ങയെപ്പോലെ ജ്ഞാനാനന്ദാദികളെ അനുഭവിപ്പാൻ അർഹനായി വരും. ആ അവസ്ഥയിലെത്തുവാൻ അങ്ങയുടെ കടാക്ഷം തന്നെ വേണം. ഓം നമോ ഭഗവതേ തുഭ്യം പുരുഷായ മഹാത്മനെ ഹരയേ അദ്ഭുതസിംഹായ ബ്രഹ്മണേ പരമാത്മനെ. പ്രഹ്ലാദൻ്റെ നിഷ്കാമ ഭക്തിയാൽ പരമപ്രീതനായ ഭഗവാൻ നിർദോഷങ്ങളായ വിഷയസുഖങ്ങളെ നൽകാൻ ഭാവിക്കുമ്പോൾ അതിനെ തടുത്തും കൊണ്ട് പ്രഹ്ലാദൻ ഭഗവാനെ നമസ്കരിക്കുന്നു. സർവഭൂതങ്ങളിലും അന്തര്യാമിയായും പരമപുരുഷാർത്ഥത്തെ നൽകുന്ന പരമോദാരനായും ഭക്തന്മാരുടെ സകല ക്ലേശങ്ങളെ സംഹരിക്കുന്നവനായും എന്നെ രക്ഷിപ്പാനായിക്കൊണ്ട് അതിശയമായ നരസിംഹരൂപത്തെ പ്രകാശിപ്പിച്ചവനായും നിരതിശയാനന്ദ സ്വരൂപനായും സമസ്ത ഐശ്വര്യ പരിപൂർണനായും പരമാത്മാവുമായിരിക്കുന്ന അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. നൃസിംഹ ഉവാച നൈകാന്തിനോ മേ മയി ജാത്വിഹാശിഷ ആശാസദേ മുത്രജയേ ഭവദ്വിദാഹ അഥാഭിമന്യന്തരമേതത്ര ദൈത്യേശരാണാം അനുപുങ്ഷ്വഭോഗാൻ. നൃസിംഹ ഭഗവാൻ അരുളി ചെയ്തു, നീ മാത്രമല്ല, എന്നിൽ പരമപ്രേമ ലക്ഷണയായ നിർവ്യാജ ഭക്തിയുള്ള നിന്നെപ്പോലെയുള്ളവരാരും ഇഹലോകത്തിലും പരലോകത്തിലുമുള്ള ഭോഗങ്ങളെ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. എങ്കിലും എൻ്റെ ആജ്ഞയെ പരിപാലിക്കേണ്ടത് നിന്റെ ധർമ്മമാണല്ലോ. ഈ മന്വന്തരകാലം കഴിയുന്നതുവരെ ഈ ലോകത്തിൽ അസുരാധിപത്യത്തെ അംഗീകരിച്ചിട്ട് ആ സ്ഥാനത്തിന് അനുവദിക്കപ്പെട്ടിരിക്കുന്ന നിർദോഷ ഭോഗങ്ങൾ അനുഭവിച്ചു കൊള്ളുക. കഥാമദീയ ജുഷമാണ പ്രിയാസ്ത്വം ആവേശ്യ മാമാത്മനി സന്തമേകം സർവേഷു ഭൂതേഷതിയത്നമീശം യജസ്വയോഗേന ച കർമ്മഹിന്വൻ. സർവഭൂതങ്ങളിലും യത്നാധിഷ്ഠാന ദേവതാരൂപേണ വസിക്കുന്നവനും സർവപ്രേരകനുമായ ഏകേശ്വരനായ എന്നെ ആത്മാവിൽ ആരോപിച്ച് സർവകർമ്മങ്ങളെയും എനിക്കായി സമർപ്പിക്കുന്നതായ ഭക്തിയോഗത്താൽ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കൊള്ളുക. അങ്ങനെയായാൽ ആ കർമ്മം ബന്ധഹേതുവല്ലാത്തതിനാൽ അത് കർമ്മമല്ല, എനിക്കായി സമർപ്പിക്കുന്ന പൂജയാകുന്നു. എന്നിൽ തന്നെ മനസ്സുറയ്ക്കുവാൻ നിനക്ക് സന്തോഷം ജനിപ്പിക്കുന്ന എൻ്റെ കഥകൾ നിരന്തരം ശ്രവിക്കുകയും ചെയ്യുക. ഈശ്വരാർപ്പണ ബുദ്ധ്യ ചെയ്യുന്ന കർമ്മം ബന്ധഹേതുവല്ലെന്ന അർത്ഥമായ വാക്യത്താൽ അർജുനനോടും ഉപദേശിച്ചിരുന്നതാണിത്. ഭോഗേന പുണ്യം കുശലേന പാപം കളേവരം കാലജവേന ഹിത്വാ കീർത്തിം വിശുദ്ധാം സുരലോകഗീതാം വിദായ മാമേഷ്യസി മുക്തബന്ധഃ. സുഖാനുഭവം കൊണ്ട് പ്രാരബ്ധരൂപമായ പുണ്യത്തെയും പ്രജാക്ഷേമ ഹേതുകരമായ പുണ്യാചരണത്താൽ പാപത്തെയും കാലവേഗത്താൽ ശരീരത്തെയും ക്രമത്തിൽ ഉപേക്ഷിക്കുകയും ദേവലോകത്തിൽ ഗാനം ചെയ്യപ്പെടുവാൻ യോഗ്യമായ പരിശുദ്ധ കീർത്തിയെ ഈ ലോകത്തിൽ വിസ്തരിക്കുകയും ചെയ്തിട്ട് സർവദാ ബന്ധനത്തിൽ നിന്ന് വിമുക്തനായി എന്നെ നീ പ്രാപിക്കുകയും ചെയ്യും. യ ഏതത് കീർത്തയേന്മഹ്യം ത്വയാ ഗീതമിദം നരഃ ത്വാം ച മാം ച സ്മരൻ കാലേ കർമ്മബന്ധാത് പ്രമുച്യതേ. യാതൊരു മനുഷ്യൻ പ്രാതകാലത്തിൽ എന്നെയും നിന്നെയും സ്മരിച്ചുകൊണ്ട് നിന്നാൽ ഗാനം ചെയ്യപ്പെട്ട ഈ സ്തോത്രം കീർത്തിക്കുമോ ആ പുരുഷൻ കർമ്മത്തിൽ നിന്ന് വിമുക്തനായി വരും. പ്രഹ്ലാദ ഉവാച വരം വരേധത്തെ വരദേശാൻ മഹേശ്വര യദനിന്ദത്പിതാ മേ ത്വാം അവിദ്വാംസ്തേജ ഐശ്വരം വിദ്ധാമർഷാശയ സാക്ഷാത് സർവലോകഗുരും പ്രഭും പ്രാദൃഹേതി മൃഷാ ദൃഷ്ടിസ്ത്വദ്ഭക്തേ മയി ചാഗവാൻ തസ്മാത് പിതാ മേ പൂയേത
ദുരന്തദുസ്തരാതകാത് പൂതസ്തേ പാങ്കസന്തൃഷ്ടസ്തഥാ കൃപണവത്സല. ഹേ മഹേശ്വര, വരദാനം ചെയ്യുന്ന അങ്ങയിൽ നിന്ന് ഈ ഒരു വരം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശ്വരനായ അങ്ങയുടെ പ്രഭാവത്തെ എൻ്റെ പിതാവ് അറിഞ്ഞില്ല. സാക്ഷാൽ സർവലോക ഗുരുവും മഹാപ്രഭുവുമായ അങ്ങയെ ഭ്രാതാവിനെ ഹനിച്ചവനെന്ന് തെറ്റായി ധരിക്കുകയാൽ ക്രോധാവേശം നിമിത്തം ആശയം ദുഷിച്ചുപോയി. അതുകൊണ്ട് അങ്ങയെ നിന്ദിച്ചു. അങ്ങയുടെ പാദഭക്തനായ എന്നെയും ഉപദ്രവിച്ചു. അങ്ങയുടെ കാരുണ്യത്താൽ അതിഘോരമായ ആ പാപത്തിൽ നിന്ന് എൻ്റെ പിതാവ് മുക്തനായി വരണം. മരണസമയത്തിൽ അങ്ങ് കടക്കണ്ണുകൊണ്ട് ചെയ്ത നോട്ടത്താൽ ആ പാപം നശിച്ചിരിക്കുന്നുവെങ്കിലും ഹേ കൃപണവത്സല, അജ്ഞത നിമിത്തം ഞാൻ ചെയ്യുന്ന പ്രാർത്ഥന പൊറുക്കണം. ശ്രീ ഭഗവാനുവാച. ത്രിസപ്തഭിഃ പിതാ പൂതഃ പിതൃഭിഃ സഹദേനഘ യത്സാദ്യോസ്യ ഗൃഹേ ജാതോ ഭവാൻ വൈ കുലപാവനഃ. ശ്രീ ഭഗവാൻ അരുളി ചെയ്തു, ഹേ യാതൊരുവിധ ദോഷവുമില്ലാതിരിക്കുന്ന സാധോ, നിന്റെ പിതാവു മാത്രമല്ല, ആ കുലത്തിൽ 21 തലമുറയിൽ ജനിച്ചിട്ടുള്ള പിതൃക്കളും പരിശുദ്ധന്മാരായിരിക്കുന്നു. എങ്ങനെയെന്നാൽ വംശപരിശുദ്ധി വരുത്തുവാൻ മതിയായ നീ ആ കുലത്തിൽ ജനിച്ചുവല്ലോ. അതിനാൽ തന്നെ ശുദ്ധന്മാരായി കഴിഞ്ഞിരിക്കുന്നു. ബ്രഹ്മാവ്, മരീചി, കശ്യപൻ ഇങ്ങനെ 3 പിതൃക്കൾ മാത്രമേ ഹിരണ്യകശിപുവിനുള്ളൂവെങ്കിലും പൂർവകൽപ്പത്തിൽ ഉണ്ടായിരുന്നവർ കൂടി പരിശുദ്ധരായിരിക്കുന്നു. എത്രയെത്ര ജമദ്ഭക്ത പ്രശാന്ത സമദർശിനഃ സാധവ സമുദാചാരാസ്തേ പൂയന്ത്യഭികീകടാഃ. കുലശുദ്ധി വരുത്തുവാനുള്ള യോഗ്യത എങ്ങനെ വരും എന്നുള്ള ആകാംക്ഷയ്ക്ക് ഭക്തനായതുകൊണ്ടു തന്നെ നിനക്ക് അത്ര യോഗ്യത സിദ്ധിച്ചിരിക്കുന്നു എന്ന് ഉത്തരം പറയുവാൻ ഭാവിക്കുന്ന ഭഗവാൻ സാധാരണ ഭക്തന്മാരുടെ വൈഭവത്തെ പറയുന്നു. കാമക്രോധാദിവൃത്തികളെ അടക്കിയും സർവത്ര സമസ്വരൂപനായി വസിക്കുന്ന എന്നെ എല്ലാ ഭൂതങ്ങളിലും ഒരുപോലെ കണ്ടുകൊണ്ടും സദാചാര ശ്രദ്ധയോടും പരോപകാരം ചെയ്തുകൊണ്ടുമിരിക്കുന്ന എൻ്റെ ഭക്തന്മാർ ഏതേതു ദേശങ്ങളിൽ വസിക്കുന്നുവോ സ്വഭാവത്താൽ തന്നെ പരിശുദ്ധങ്ങളല്ലാത്ത കീകട ദേശങ്ങളായിരുന്നാൽ കൂടി ആ ദേശങ്ങളും അവിടെയുള്ള പ്രാണികളും ഭക്തസാന്നിധ്യ നിമിത്തം അത്യന്ത പരിശുദ്ധങ്ങളായി ഭവിക്കുന്നു. അത്ര മാഹാത്മ്യം എൻ്റെ ഭക്തന്മാർക്കുണ്ട്. സർവാത്മനാനഹിംസന്തി ബോധഗ്രാമേഷു കിഞ്ചന ഉച്ഛാവജേഷു ദൈത്യേന്ദ്ര മദ്ഭാവേന ഗതസ്പൃഹാഃ. ഹേ അസുരേന്ദ്ര, സർവത്ര മദ്ഭാവം ഹേതുവായിട്ട് ആശയേറ്റിരിക്കുന്ന മഹാനുഭാവന്മാർ ഉത്കൃഷ്ട നികൃഷ്ടഭാവങ്ങളിൽ കാണപ്പെടുന്ന ഭൂതസമൂഹങ്ങളിൽ യാതൊന്നിനെയും യാതൊരു വിധത്തിലും ഹിംസിക്കുന്നില്ല. ഹിംസയ്ക്കുള്ള പ്രധാന കാരണം ക്രോധവും ക്രോധത്തിന് കാരണം കാമവുമാകയാൽ ആർക്ക് കാമമില്ലാതെ വരുന്നുവോ അവർക്കു മാത്രമേ ആരെയും ഒരുവിധത്തിലും ഹിംസിക്കാതിരിക്കാൻ കഴിയുകയുള്ളൂ. കാമമില്ലാതെ വരണമെങ്കിൽ കാമിക്കത്തക്കതായ വിഷയങ്ങളെ അതിക്രമിച്ചിരിക്കുന്ന എൻ്റെ ഭാവം സിദ്ധിക്കുക തന്നെ വേണം. എല്ലാമായി വിളങ്ങുന്ന പരമാർത്ഥ വസ്തു യാതൊന്നോ അതുതന്നെ താൻ എന്നുള്ള അനുഭവം വന്നുകഴിഞ്ഞാൽ പിന്നെ ആരെ എന്തു കാരണത്താൽ ഹിംസിക്കും? ആരെയും ഒരു കാരണത്താലും ഹിംസിപ്പാൻ അവകാശമില്ല. എൻ്റെ ഭക്തൻ്റെ ലക്ഷണം അഹിംസയാണെന്നു സാരം. ഭവന്തി പുരുഷാ ലോകേ മദ്ഭക്താസ്ത്വാമനുവ്രതാഃ ഭവാൻ മേ ഖലു ഭക്താനാം സർവേഷാം പ്രതിരൂപദൃക്. ലോകത്തിൽ ഏതൊരു പുരുഷന്മാർ ഭവാനെ അനുസരിക്കുന്നുവോ അവർ എൻ്റെ ഭക്തന്മാരായി ഭവിക്കുന്നു. ഭവാനാകട്ടെ എൻ്റെ സർവഭക്തന്മാരിൽ വെച്ച് ഉത്തമനാകുന്നു. ഭക്തന്മാരെ ഉപമിപ്പാൻ ഉപകരിക്കുന്ന ശ്രേഷ്ഠ ഭക്തിലക്ഷണം ഭവാൻ ഉള്ളതുകൊണ്ട് ഭക്തന്മാർ ഉപമേയഭാവത്തെയും ഭവാൻ ഉപമാനഭാവത്തെയും വഹിക്കുന്നു. കുരുത്വം പ്രേതകാര്യാണി പിതുപൂതസ്യ സർവശഃ മദംഗസ്പർശനേനാംഗ ലോകാൻ യാസ്യതി സുപ്രജാഃ. പരിശുദ്ധനായിരുന്നുവെങ്കിലും പ്രേതകാര്യം നടത്തണമെന്ന് പ്രഹ്ലാദനോട് കൽപ്പിച്ചത് ലോകസംഗ്രഹത്തിനു വേണ്ടിയിട്ടാകുന്നു. പുത്രൻ്റെ കൃത്യം പുത്രൻ അനുഷ്ഠിക്കണം. ഒരുവൻ വിശിഷ്യ ഉത്കൃഷ്ടൻ അതിനെ മുടക്കിയാൽ മറ്റുള്ളവർ അവനെ അനുസരിക്കും. അപ്പോൾ ശ്രൗതസ്മാർത്ഥ മര്യാദകൾ ക്രമത്തിൽ ലോപിക്കും. അതിനിട വരുത്താതിരിക്കേണ്ടത് മുഖ്യന്മാരുടെ മുറയാണെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. പിതൃം ച സ്ഥാനമാദിഷ്ട യഥോക്തം ബ്രഹ്മവാദിഭിഃ മയ്യാവേശമനസ്താദ കുരു കർമാണി മത്പരഃ. പിതാവിൻ്റെ സ്ഥാനമായ അസുരാധിപത്യത്തെ വഹിക്കുക. ഹേ വത്സ, മനസ്സിനെ എന്നിൽ തന്നെ ഉറപ്പിക്കുക.
നിന്റെ പ്രാപ്യസ്ഥാനം ഞാൻ തന്നെയെന്ന് ഉറച്ചുകൊണ്ട് വേദജ്ഞന്മാർ ഉപദേശിക്കുന്നതിനെ അനുസരിച്ച് കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. നാരദ ഉവാച പ്രഹ്ലാദോപി തഥാ ചക്രേ പിതുർ യത്സാംബരായികം യഥാഹ ഭഗവാൻ രാജൻ അഭിഷിക്തോ ദ്വിജോത്തമൈഹി. നാരദൻ അരുളി ചെയ്തു, ഹേ യുധിഷ്ഠിര മഹാരാജാവേ, പിതാവിനെ ഉദ്ദേശിച്ച് ചെയ്യേണ്ട പ്രേതകർമ്മം പ്രഹ്ലാദൻ ചെയ്തു. ബ്രാഹ്മണശ്രേഷ്ഠന്മാർ പ്രഹ്ലാദനെ ദൈത്യരാജാവായിട്ട് അഭിഷേകം ചെയ്തു. ഭഗവാൻ അരുളി ചെയ്തതുപോലെ മനസ്സിനെ ഭഗവാങ്കൽ തന്നെ ഉറപ്പിച്ചുകൊണ്ട് രാജ്യഭരണ കർമ്മങ്ങൾ നടത്തി. പ്രസാദസുമുഖം ദൃഷ്ട്വാ ബ്രഹ്മ നരഹരിം ഹരിം സ്തുത്വാ വാഗ്ഭിഃ പവിത്രാഭിഃ പ്രാഹദേവാദിഭിർവൃതഃ. ഭഗവാൻ ശ്രീഹരി ഇപ്പോൾ പ്രസാദം സൂചിപ്പിക്കുന്ന മുഖകാന്തിയോടുകൂടി ഇരിക്കുന്നത് കണ്ടപ്പോൾ ബ്രഹ്മാവും ദേവന്മാരും ഭഗവത് ഗുണങ്ങളെ വർണ്ണിച്ചുകൊണ്ട് പരിശുദ്ധങ്ങളായ വാക്കുകളാൽ സ്തോത്രം ചെയ്ത ശേഷം ബ്രഹ്മാവ് ഇങ്ങനെ പറഞ്ഞു. ബ്രഹ്മോവാച ദേവദേവാഖിലാധ്യക്ഷ ഭൂതഭാവന പൂർവജ ദിഷ്ട്യാദേ നിഹത പാപോ ലോകസന്താപനോസുരഃ. ബ്രഹ്മാവ് പറഞ്ഞു, ഹേ ദേവന്മാർക്കും ദേവനായുള്ളോനെ, ഹേ ഭൂതഭാവനനായ എൻ്റെയും രക്ഷിതാവും പൂർവജനുമായുള്ളോനെ, ഹേ അഖിലാന്തരാമിയായുള്ളോനെ, ലോകങ്ങളെ സന്തപിപ്പിക്കുന്ന പാപനായ അസുരൻ അങ്ങയാൽ ഹനിക്കപ്പെട്ടു. ഭാഗ്യത്താൽ ലോകത്തിന് മംഗളമായി. യോ സൗലബ്ധവരോ മത്തോ നവദ്യോ മമ സൃഷ്ടിഭിഃ തപോയോഗബലോന്നദ്ധഃ സമസ്ത നിഗമാനഹൻ. എന്നിൽ നിന്നു ലഭിച്ച വരത്താലും തപസ്, യോഗം, ശരീരശക്തി ഇവയാലും ഗർവിഷ്ഠനും എൻ്റെ സൃഷ്ടിവർഗങ്ങളാൽ ഹനിക്കപ്പെടുവാൻ കഴിയാത്തവനുമായ യാതൊരുവൻ സകല വേദകർമ്മങ്ങളെയും മുടക്കിയോ അവൻ അങ്ങയാൽ ഹനിക്കപ്പെട്ടു. ഭാഗ്യം. ദിഷ്ടാസ്യ തനയ സാധുർമഹാഭാഗവതോർഭഗഃ ത്വയാ വിമോചിതോ മൃത്യോർദിഷ്ട്യാ ത്വം സമിതോധുന. പരന്മാരുടെ ഹിതത്തിൽ താൽപ്പര്യമുള്ളവനും മഹാനായ ഭഗവത് ഭക്തനും ബാലനുമായ ഈ പുത്രൻ ഭാഗ്യത്താൽ മരണത്തിൽ നിന്ന് വിമോചിക്കപ്പെട്ടു. ഇപ്പോൾ അങ്ങയെ പ്രാപിച്ചതും ഭാഗ്യം തന്നെ. ഏതദ്വപുസ്തേ ഭഗവൻ ധ്യായത പ്രേതാത്മനഃ സർവതോ ഗോപ്തൃ സന്ത്രാസാൻ മൃത്യോരഭിജിഹാംസദഃ. ഹേ ഭഗവൻ, അങ്ങയുടെ ഈ സ്വരൂപം ഭക്തിപൂർവം ധ്യാനിക്കുന്നവരെ സർവഭയത്തിൽ നിന്നും വധിപ്പാൻ ആഗ്രഹിച്ചു വരുന്ന അന്തകനിൽ നിന്നും സംരക്ഷിപ്പാൻ സമർത്ഥനാകുന്നു. അതിനാൽ ഇനി ഈ സ്വരൂപത്തെ ഉപസംഹരിക്കണം. നൃസിംഹ ഉവാച നൈവം വരോസുരാണാം തേ പ്രദേയ പത്മസംഭവ വരക്രൂരനിസർഗാണാം അഹീനാമൃതം യഥാ. നൃസിംഹ ഭഗവാൻ അരുളി ചെയ്തു, ഹേ പത്മസംഭവ, സ്വഭാവത്താൽ തന്നെ ക്രൂരന്മാരായ അസുരന്മാർക്ക് സർപ്പങ്ങൾക്ക് അമൃത എന്ന പോലെ ഇപ്രകാരമുള്ള വരം അങ്ങിനിമേൽ നൽകരുതേ. നാരദ ഉവാച ഇത്യുക്ത്വാ ഭഗവാൻ രാജം തത്രൈവാന്തർദദേ ഹരിഃ അദൃശ്യ സർവഭൂതാനാം പൂജിത പരമേഷ്ഠിന. നാരദൻ പറഞ്ഞു, ഹേ രാജൻ യുധിഷ്ഠിര, ഭഗവാനായ ശ്രീഹരി ബ്രഹ്മാവിനോട് ഇപ്രകാരം അരുളി ചെയ്ത ശേഷം ബ്രഹ്മാവിനാൽ പൂജിക്കപ്പെട്ട അവിടെ തന്നെ മറഞ്ഞു. യാതൊരു ഭൂതങ്ങൾക്കും കാണാൻ കഴിയാത്തവനായി ഭവിച്ചു. തതസ്സംപൂജ്യ ശിരസാ വവന്ദേ പരമേഷ്ഠിനം ഭവം പ്രജാപതീൻ ദേവാൻ പ്രഹ്ലാദോ ഭഗവത് കലാഹ. അനന്തരം പ്രഹ്ലാദൻ ഭഗവാന്റെ അംശഭൂതന്മാരായ ബ്രഹ്മാവ്, ശിവൻ, കശ്യപാദി പ്രജാപതികൾ, ദേവന്മാർ ഇവരെ വിധിപ്രകാരം പൂജിച്ച് ദണ്ഡം പോലെ വീണ് നമസ്കരിച്ച് വന്ദിച്ചു. തതക്കാവ്യാദിഭിः സാർദ്ധം മുനിഭിः കമലാസനഃ ദൈത്യാനാം ദാനവാനാം ച പ്രഹ്ലാദമകരോത്പതീം. അനന്തരം ബ്രഹ്മാവ്, ശുക്രൻ മുതലായ മുനിമാരോടുകൂടി പ്രഹ്ലാദനെ ദിതിപുത്രന്മാർ, ധനുപുത്രന്മാർ എന്നു പറയപ്പെടുന്ന അസുരന്മാരുടെ പതിയായിട്ട് അഭിഷേകം ചെയ്തു. പ്രതിനന്ദ്യ തതോ ദേവ പ്രയുജ്യ പരമാശിഷഃ സ്വധാമാനിയയോ രാജൻ ബ്രഹ്മാദ്യ പ്രതിപൂജിതാഃ. ഹേ രാജൻ, ബ്രഹ്മാദിദേവന്മാർ പ്രഹ്ലാദനെ അഭിനന്ദിച്ച് പരമാനുഗ്രഹങ്ങൾ നൽകി. പ്രഹ്ലാദനാൽ പൂജിക്കപ്പെട്ടവരായിട്ട് അവരവരുടെ സ്ഥാനങ്ങൾ പ്രാപിച്ചു. ഏവം തൗ പാർഷദൗ വിഷ്ണോഃ പുത്രത്വം പ്രാപിതൗ ദിദേഹ ഹൃദി സ്ഥിതേന ഹരിണ വൈരഭാവേന തൗ ഹതൗ. ഭഗവാനെ ദ്വേഷിച്ചവരായ ശിശുപാല ദന്തഭക്തന്മാർക്ക് എങ്ങനെ സായുജ്യം സിദ്ധിച്ചുവെന്ന് യുധിഷ്ഠിര മഹാരാജാവ് ചോദ്യം ചെയ്ത ചോദ്യത്തിന് ഉത്തരമായി അവരുടെ പൂർവ്വജന്മചരിത്രം പറഞ്ഞതിനെ ശ്രീ നാരദ മഹർഷി ഉപസംഹരിക്കുന്നു.
ഹേ രാജൻ, വിഷ്ണുഭൃത്യന്മാരായ ജയവിജയന്മാർ രണ്ടുപേർ വിപ്രശാപം നിമിത്തം ദിതിപുത്രന്മാരായി ജനിച്ചു. വൈരഭാവത്തിൽ ശ്രീഹരിയെ നിരന്തരം സ്മരിച്ചതിനാൽ ഹൃദിസ്ഥനായ ഭഗവാൻ അവരെ രണ്ടുപേരെയും ഹനിക്കുകയും ചെയ്തു. പുനശ്ച വിപ്രശാപേന രാക്ഷസൗ തൗ ബഭൂവധുഃ കുംഭകർണദശഗ്രീവൗ ഹതൗ തൗ രാമവിക്രമൈഃ. സനകാദി മുനിമാരുടെ ശാപശക്തി നിമിത്തം അവർ രണ്ടുപേർ പിന്നെയും കുംഭകർണൻ, രാവണൻ എന്ന രണ്ടു രാക്ഷസന്മാരായി ജനിച്ചു. ദശരഥ പുത്രനായി അവതരിച്ച ശ്രീരാമൻ്റെ പരാക്രമങ്ങളാൽ അവർ രണ്ടുപേർ ഹനിക്കപ്പെട്ടു. ശയാനൗ യുധി നിർഭിന്ന ഹൃദയൗ രാമസായകൈഃ തച്ചിത്തൗ ജഹദുർദേഹം യഥാ പ്രാക്തന ജന്മനി. രാമബാണങ്ങളാൽ ഖണ്ഡിക്കപ്പെട്ട ഹൃദയത്തോടുകൂടി യുദ്ധഭൂമിയിൽ ശയിച്ചിരുന്ന കുംഭകർണ രാവണന്മാർ അവരുടെ പൂർവ്വജന്മത്തിലെന്ന പോലെ ശ്രീരാമനിൽ തന്നെ മനസ്സിരുത്തിക്കൊണ്ട് ശരീരം ഉപേക്ഷിച്ചു. താവിഹാദ പുനർജാതോ ശിശുപാലകരൂഷകൗ ഹരോ വൈരാനുബന്ധേന പശ്യതസ്തേ സമീയതുഃ. ആ രണ്ടുപേർ തന്നെ പിന്നെയും ഈ ലോകത്തിൽ ശിശുപാലൻ, ദന്തവക്ത്രൻ എന്ന രണ്ടുപേരായിട്ട് ജനിച്ചു. ഇതവരുടെ മൂന്നാമത്തെ ജന്മമാകയാൽ വൈരഭാവത്താൽ നിരന്തരം സ്മരിച്ചു കൊണ്ടിരുന്ന ശ്രീഹരിയാൽ ഹനിക്കപ്പെട്ടവരായിട്ട് ഹേ രാജൻ, അങ്ങ് കണ്ടുകൊണ്ടിരിക്കെ അവർ ഹരിയിൽ തന്നെ പ്രവേശിക്കുകയും ചെയ്തു. യേന പൂർവകൃതം യത്തത് രാജാന കൃഷ്ണവൈരിണഃ ജഹുസ്ത്വന്തേ തദാത്മാനഃ കീടപേശസ്കൃതോ യഥാ. ശിശുപാല ദന്തവക്ത്രന്മാർ മാത്രമല്ല ശ്രീകൃഷ്ണ സായുജ്യം പ്രാപിച്ചത്. ശ്രീകൃഷ്ണ വൈരികളായിരുന്ന രാജാക്കന്മാർ മറ്റുള്ളവരും ശ്രീകൃഷ്ണ നിന്ദാരൂപമായ പാപത്തിൽ നിന്നും മുക്തന്മാരായി കൃഷ്ണഭാവത്തെ പ്രാപിച്ചു. വേട്ടാളൻ്റെ കൂട്ടിലിരിക്കുന്ന കീടം ഭയനിമിത്തം നിരന്തര ധ്യാനത്താൽ വേട്ടാളനായി ഭവിക്കുന്നതുപോലെ ഇവരും നിരന്തര ധ്യാനത്താൽ കൃഷ്ണസായുജ്യം പ്രാപിച്ചു. യഥാ യഥാ ഭഗവതോ ഭക്ത്യാ പരമയാഭിധ നിർഭാശ്ചൈദ്യാദയ സാത്മ്യം ഹരേസ്തശ്ചിന്തയായയുഹു. ഭേദഭാവത്തോടുകൂടാത്ത പരമോത്കൃഷ്ട ഭഗവത് ഭക്തിയാൽ പരമഭക്തന്മാർ ഹരിസാരൂപ്യം പ്രാപിക്കുന്നതുപോലെ ശിശുപാലാദി രാജാക്കന്മാരും വൈരാനുബന്ധം നിമിത്തമുണ്ടായ നിരന്തര ഹരിചിന്തയാൽ ഹരിസാരൂപ്യം പ്രാപിച്ചു. ആഖ്യാതം സർവമേതത്തെ എന്മാം ത്വം പരിപൃഷ്ടവാൻ ദമഘോഷസുധാദീനാം ഹരേ സാത്മവിദിഷാം. ഇതുവരെ വർണ്ണിച്ച ചരിത്രത്തെ ഉപസംഹരിക്കുകയാണ്. ഹേ രാജൻ, ശത്രുഭാവത്തിലിരുന്ന ശിശുപാലാദികളും ഹരിസാരൂപ്യം എങ്ങനെ ലഭിച്ചുവെന്ന് അങ്ങ് എന്നോട് ചെയ്ത ചോദ്യത്തിന് ഉത്തരമായിട്ട് ഈ ചരിത്രം മുഴുവനും അങ്ങയോട് വർണ്ണിച്ചു കഴിഞ്ഞു. ഏഷാ ബ്രഹ്മണദേവസ്യ കൃഷ്ണസ്യ ച മഹാത്മനഃ അവതാര കഥാ പുണ്യ വധോ എത്രാദിദൈത്യയോഃ. ഭക്തന്മാരുടെ സർവ്വക്ലേശങ്ങളെയും മൂലത്തോടുകൂടി ഛേദിക്കുന്ന അത്യുദാര സ്വഭാവനും ബ്രാഹ്മണ ഭക്തനും ബ്രഹ്മാദി ദേവവന്ദ്യനും ആനന്ദസ്വരൂപനുമായ ശ്രീഹരിയുടെ ഈ നരസിംഹാവതാര കഥ കീർത്തിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും മഹാപുണ്യത്തെ വർദ്ധിപ്പിക്കുന്നതും പാപത്തെ നശിപ്പിക്കുന്നതുമാകുന്നു. ആ ചരിത്രത്തിൽ ആദി ദൈത്യന്മാരായ ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു എന്ന രണ്ടുപേരെയും ഭഗവാൻ വധിച്ചതിനുള്ള കാരണവും അതുനിമിത്തം അവർക്ക് ലഭിച്ച പരമഗതിയും നിരൂപിച്ചു കഴിഞ്ഞു. പ്രഹ്ലാദസ്യാനുചരിതം മഹാഭാഗവതസ്യ ച ഭക്തിർജ്ഞാനം വിരക്തിശ്ച യാഥാത്മ്യം ചാസ്യ വൈഹരേഃ. മഹാഭക്തനായ പ്രഹ്ലാദൻ്റെ നിഷ്കാമഭക്തിയും ഭഗവാനെക്കുറിച്ചുള്ള ജ്ഞാനവും വിഷയവൈരാഗ്യവും ശ്രീഹരിയുടെ പരമാർത്ഥ സ്വരൂപവും ഈ ആഖ്യാനത്തിൽ വർണ്ണിക്കപ്പെട്ടു. സർഗസ്ഥിത്യപ്യയേശസ്യ ഗുണകർമാനുവർണ്ണനം പരാവരേഷാം സ്ഥാനാനാം കാലേന വ്യത്യയോ മഹാൻ. സൃഷ്ടി, രക്ഷ, നാശം എന്നിവയുടെ നാഥനായിരിക്കുന്ന ഈശ്വരൻ്റെ ഗുണങ്ങളെയും കർമ്മങ്ങളെയും ദേവന്മാരുടെ ഉത്കൃഷ്ട സ്ഥാനങ്ങളെയും അതിനെ അപേക്ഷിച്ച് നികൃഷ്ടമായിരിക്കുന്ന അസുരന്മാരുടെ സ്ഥാനങ്ങളെയും കാലവേഗത്താൽ ആ സ്ഥാനങ്ങൾക്കുണ്ടാകുന്ന മഹത്തായ വ്യത്യാസത്തെയും ഈ ചരിത്രത്തിൽ നിരൂപണം ചെയ്തിരിക്കുന്നു. ധർമ്മോ ഭാഗവതാനാം ച ഭഗവാൻ ഏന ഗമ്യതേ ആഖ്യാനേസ്മിൻ സമാംനാതാം ആധ്യാത്മികമശേഷതഃ. ഏതൊരു വിധമായ ഭക്തിഭാവത്താൽ ഭഗവാനെ പ്രാപിക്കാൻ കഴിയുമോ ആ വിധം ഭക്തിയുള്ള മഹാഭക്തന്മാർ ഏതുവിധം ആചരിക്കണമെന്നുള്ള ധർമ്മവും ആത്മാവിനെ സംബന്ധിച്ചതായ പ്രകൃതി പുരുഷ ഭേദസ്വഭാവം അവർക്കുള്ള അന്യോന്യ സംബന്ധം മുതലായ സകല തത്വവും ഈ ആഖ്യാനത്തിൽ സവിശേഷം പറയപ്പെട്ടിരിക്കുന്നു.
യേതത് പുണ്യമാഖ്യാനം വിഷ്ണോർവീര്യോ ബഭൃംഹിതം കീർത്തയേ ശ്രദ്ധയാ ശ്രുത്വാ കർമ്മപാശൈർവിമുച്യതേ. ശ്രീ വിഷ്ണുവിൻ്റെ പരാക്രമ വർണ്ണനത്താൽ വിസ്താരമേറിയ ഈ പുണ്യാഖ്യാനത്തെ ഗുരുമുഖത്തിൽ നിന്ന് ശ്രദ്ധാപൂർവം കേട്ടിട്ട് യാതൊരുവൻ കീർത്തനം ചെയ്യുന്നുവോ അവൻ പുണ്യപാപരൂപങ്ങളായ കർമ്മപാശങ്ങളിൽ നിന്ന് വിമുക്തനായി ഭവിക്കും. ഏതത്യ ആദിപുരുഷസ്യ മൃഗേന്ദ്രലീലാം ദൈത്യേന്ദ്രയൂതപവദം പ്രയതപ്പടേത ദൈത്യാത്മജസ്യ ജ സദാം പ്രവരസ്യ പുണ്യം ശ്രുത്വാനുഭാവമകുതോ ഭയമേതി ലോകം. ആദിപുരുഷനായ ശ്രീഹരി മൃഗേന്ദ്രനായ സിംഹം ആനത്തലവനെ എന്ന പോലെ ദൈത്യാധിപനായ ഹിരണ്യകശിപുവിനെ വധിച്ച ലീലയെയും ദൈത്യാധിപപുത്രനും സത്തുക്കളിൽ അഗ്രഗണ്യനുമായ പ്രഹ്ലാദൻ്റെ പുണ്യമായ അനുഭവത്തെയും യാതൊരുവൻ ഭക്തിയുക്തനായിട്ട് പഠിക്കുകയോ കേൾക്കുകയോ ചെയ്യുമോ അവൻ യാതൊരു വിധത്തിലും ഭയം ബാധിക്കാത്തതായ ഭഗവത് ലോകത്തെ പ്രാപിക്കും. യൂയം നൃലോകേ ബദഭൂരിഭാഗ ലോകം പുനാന മുനയോഭിയന്തി യേഷാം ഗൃഹാന വസതീതി സാക്ഷാത് ഗൂഢം പരം ബ്രഹ്മ മനുഷ്യലിംഗം. പ്രഹ്ലാദ ഭാഗ്യത്തെക്കുറിച്ച് അതിശയിക്കുന്ന ധർമ്മപുത്രരോട് ശ്രീ നാരദമുനി അരുളി ചെയ്യുന്നു. നിങ്ങൾ ഈ ലോകവാസികളിൽ വെച്ച് മഹാഭാഗ്യശാലികളാകുന്നു. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ഗൃഹങ്ങളിൽ ലോകപരിശുദ്ധി വരുത്തുന്ന മുനികൾ 4 ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യ സ്വരൂപത്തെ ധരിച്ചിരിക്കുന്ന സാക്ഷാൽ പരബ്രഹ്മം നിങ്ങളുടെ ഗൃഹങ്ങളിൽ ഗൂഢമായി വസിക്കുന്നു എന്ന് മുനിമാർ അറിയുന്നതുകൊണ്ടാണ് വരുന്നത്. പ്രഹ്ലാദൻ ഭഗവാനെ സന്ദർശിച്ചു എന്നേയുള്ളൂ. എന്നാൽ ആ ഭഗവാൻ നിങ്ങളുടെ ഗൃഹത്തിൽ തന്നെ ബന്ധുഭാവത്തെ പ്രത്യക്ഷമായി അംഗീകരിച്ചു വസിക്കുന്നു. അഹോ നിങ്ങളുടെ ഭാഗ്യാതിശയം. സവാ അയം ബ്രഹ്മ മഹദ്വിമൃഗ്യ കൈവല്യ നിർവാണ സുഖാനുഭൂതി പ്രിയ സുഹൃത്വ ഖലു മാതുലേയ ആത്മാർഹണീയോ വിധികൃത് ഗുരുശ്ച. മഹാന്മാർ ആചാര്യശാസ്ത്രാദി സേവകളാൽ നിത്യവും അന്വേഷിക്കുന്ന നിരുപാധിക നിർവാണ സുഖാനുഭവം യാതൊന്നോ ആ പരബ്രഹ്മം തന്നെയാണ് നിങ്ങളുടെ പ്രീതിപാത്രമായും മാതുലപുത്രനായും ഹിതകർത്താവായും പൂജ്യനായും കിങ്കരനായും ഉപദേഷ്ടാവുമായിരിക്കുന്ന ഈ ശ്രീകൃഷ്ണ ഭഗവാൻ. അഹോ ഭഗവാൻ നിങ്ങൾക്കാരായിട്ട് തന്നെ ഇരിക്കുന്നില്ല. നയസ്യ സാക്ഷാത് ഭവപത്മജാദിഭി രൂപം ദിയാ വസ്തു തയോപവർണിതം മൗനേന ഭക്ത്യോപശമേന പൂജിതഃ പ്രസീദതാമേഷ സാത്വതാം പതിഹി. യാതൊരു ഭഗവാന്റെ ശരിയായ സ്വരൂപത്തെ പരമശിവൻ ബ്രഹ്മാവ് മുതലായവർക്കും കൂടി യഥാർത്ഥമായി അറിയുവാനോ വർണ്ണിപ്പാനോ കഴിഞ്ഞിട്ടില്ല. മനസാഭി നിശ്ചയിപ്പാൻ അവർ ശക്തരല്ല. ഞങ്ങളാകട്ടെ ആ ഭഗവാനെ വാങ്നിയമനം ചെയ്തും പരമപ്രേമലക്ഷണയായ ഭക്തിയോടും ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ചുകൊണ്ടും നിത്യവും പൂജിക്കുന്നു. ഭക്തവത്സലനായ ആ ഭഗവാൻ ഞങ്ങളിൽ പ്രസാദിക്കണമെന്ന് നിരന്തരം പ്രാർത്ഥിക്കുന്നു. നിങ്ങളിലാകട്ടെ ആ ഭഗവാൻ പരമവാത്സല്യത്തോടുകൂടി നിങ്ങളുടെ ഗൃഹങ്ങളിൽ തന്നെ വസിക്കുകയും ഇഷ്ടൻ ഗുരു ഭൃത്യൻ എന്നീ നിലയിൽ വ്യാപരിക്കുകയും ചെയ്യുന്നു. അതിനാൽ നിങ്ങൾ പരമഭാഗ്യവാന്മാരാകുന്നു. സയേഷ ഭഗവാൻ രാജൻ വ്യദനോദ്യുഹതം യശഃ പുരാരുദ്രസ്യ ദേവസ്യ മയേനാനന്ദമായിന. അന്യദേവന്മാർക്ക് സാധിക്കാതിരുന്ന ത്രിപുരദാഹം മുതലായ മഹാകൃത്യങ്ങളെ നടത്തിയ ഭഗവാൻ ശ്രീരുദ്രൻ കൂടി മഹാവിഷ്ണുവിൻ്റെ മാഹാത്മ്യം അറിയുകയില്ലെന്ന് വരുന്നതെങ്ങനെ എന്നുള്ള ശങ്കയ്ക്ക് ശ്രീരുദ്രനുള്ള ആ ശക്തികളെല്ലാം ശ്രീഹരിയുടെ അനുഗ്രഹത്താൽ ഉണ്ടായിരിക്കുന്നതല്ലാതെ സ്വതേയുള്ളവയല്ലെന്ന് മറുപടി പറയുവാൻ ഭാവിക്കുന്ന മുനി അതിനെ സാധിക്കുന്നതായ ഒരു കഥ പറയുന്നു. മായാപ്രയോഗത്തിൽ മഹാകുശലനായിരുന്ന മയൻ എന്ന അസുരൻ പണ്ട് ശ്രീരുദ്രൻ്റെ യശസ്സിനെ നശിപ്പിച്ചു. ഈ ഭഗവാൻ ശ്രീഹരി ആ ദുര്യോഗത്തെ നശിപ്പിച്ച് രുദ്രകീർത്തി നിലനിർത്തി. രാജോവാച കസ്മിൻ കർമ്മണി ദേവസ്യ മയോഹൻ ജഗദീഷിതുഃ യഥാ ചോപചിതാ കീർത്തിഃ കൃഷ്ണേനാനേന കദ്യതാം. ഹേ മുനെ, ലോകേശ്വരനായ ശ്രീരുദ്രൻ്റെ കീർത്തി ഏതു സംഗതിയാൽ മയൻ നശിപ്പിച്ചു? ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ അതിനെ ഏതുവിധം അഭിവൃദ്ധിപ്പെടുത്തി? ഈ 2 സംഗതികളും വിസ്തരിച്ചരുളി ചെയ്യണം. നാരദ ഉവാച നിർജിത അസുരാ ദൈവൈർയുധ്യനയനോപബൃംഹിതൈഃ മായിനാം പരമാചാര്യം മയം ശരണമായയുഃ. ശ്രീനാരദൻ അരുളി ചെയ്തു, ഭഗവാനായ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം നിമിത്തം അഭിവൃദ്ധിയെ പ്രാപിച്ച ദേവന്മാരാൽ യുദ്ധത്തിൽ ജയിക്കപ്പെട്ട അസുരന്മാർ മായാപ്രയോഗ കുശലന്മാരായിരിക്കുന്നവരുടെ പരമഗുരുവായിരിക്കുന്ന മയനെ
ദുഃഖനിവൃത്തിക്കായി ശരണം പ്രാപിച്ചു. സനിർമായ പുരസ്ത്രിസ്രോ ഹൈമീരൗപ്യായസീർവിഭുഃ ദുർലക്ഷ്യപായ സംയോഗ ദുർവിതർക്യ പരിച്ഛദാഃ. മായാപ്രയോഗത്തിൽ മഹാസമർത്ഥനായ ആ മയൻ സ്വർണം, വെള്ളി, ഇരുമ്പ് എന്നീ ലോഹങ്ങൾ കൊണ്ട് 3 രാജധാനികൾ പണിചെയ്ത് അസുരന്മാർക്ക് കൊടുത്തു. ആ പുരങ്ങൾ ആവിർഭവിക്കുന്നതും മറയുന്നതും ആർക്കും കാണാൻ കഴിയുകയില്ല. അവയിലുള്ള ഉപകരണങ്ങൾ എന്തെല്ലാമാണെന്ന് ഊഹിപ്പാൻ പോലും സാധിക്കുകയുമില്ല. താഭിസ്തേ സുരസേനാന്യോ ലോകാം സ്ത്രീൻ സ്വേശ്വരാ നൃപ സ്മരന്തോ നാശയാം ചക്രുഹു പൂർവവൈരമലക്ഷിതാഃ. ഈ രാജധാനികളിൽ കൂടി ആരാലും കാണപ്പെടാൻ കഴിയാത്ത വിധം വിചാരിച്ച മാത്രത്തിൽ അതാതു ദിക്കിൽ എത്തിച്ചേർന്ന ആ അസുര സേനാപതികൾ പൂർവ്വവൈരത്തെ ഓർത്തും കൊണ്ട് ദിക്പാലന്മാരോടുകൂടിയ 3 ലോകങ്ങളെയും നശിപ്പിച്ചു. തതസ്തേ സ്വേശ്വരാ ലോക ഉപാസാദ്യേശ്വരം വിഭോ ത്രാഹിനസ്താവകാൻ ദേവ വിനിഷ്ടാം സ്ത്രീപുരാലയൈഃ. അനന്തരം ഇന്ദ്രാദി ലോകപാലകന്മാരോടുകൂടി ആ ജനങ്ങൾ ശ്രീരുദ്രൻ്റെ സന്നിധിയിൽ ചെന്നിട്ട്, ഹേ വിഭോ ദേവ, ത്രിപുരങ്ങളെ വാസസ്ഥാനങ്ങളായി സ്വീകരിച്ചിരിക്കുന്ന മായാവികളായ അസുരന്മാർ നിമിത്തം നഷ്ടപ്രായരും അങ്ങയെ ആശ്രയിച്ചിരിക്കുന്നവരുമായ ഞങ്ങളെ രക്ഷിക്കണമെന്നപേക്ഷിച്ചു. അതാനുഗൃഹ്യ ഭഗവാൻ മാ ബൈഷ്ടേതി സുരാൻ വിഭുഃ ശരം ധനുഷി സന്ധായ പുരേഷ്വസ്ത്രം വ്യമുഞ്ജത. ഉടനെ ഭഗവാനും സർവശക്തനുമായ ശ്രീരുദ്രൻ ഭയപ്പെടേണ്ട എന്നു പറഞ്ഞ് ദേവന്മാരെ അനുഗ്രഹിച്ച ശേഷം ശരം വില്ലിൽ സന്ധാനം ചെയ്ത് അസ്ത്രമന്ത്രത്തെ അഭിമന്ത്രിച്ചും കൊണ്ട് പുരങ്ങളിലേക്ക് വിട്ടു. തതോഗ്നിവർണ ഇഷവ ഉത്പേദു സൂര്യമണ്ഡലാത് യഥാമയൂഖസന്തോഹ നാദൃശ്യന്തേ പുരോയതഃ. ആ ശരത്തിൽ നിന്ന് അഗ്നി പോലെ ഉജ്ജ്വലിക്കുന്ന ബാണങ്ങൾ സൂര്യമണ്ഡലത്തിൽ നിന്ന് രശ്മി സമൂഹങ്ങൾ എന്ന പോലെ മേൽപോട്ട് പുറപ്പെട്ടു. ആ അസ്ത്രസമൂഹങ്ങൾ നിമിത്തം പുരങ്ങൾ കാണാൻ പാടില്ലാതെയായി. തൈസ്പൃഷ്ടാവ്യസവഃ സർവേ നിബേദുസ്മ പുരൗകസഃ താനാനീയ മഹായോഗി മയക്കൂപരസേഷിപത്. ആ ബാണങ്ങളാൽ താടിക്കപ്പെട്ട ത്രിപുരവാസികളായ അസുരന്മാർ എല്ലാവരും പ്രാണവിഹീനന്മാരായി താഴത്തു വീണു. ഉടനെ മായാപ്രയോഗത്തിൽ സമർത്ഥനായ മയൻ അവരെയെല്ലാം എടുത്തുകൊണ്ടുവന്ന് താൻ നിർമ്മിച്ച ഒരു കിണറ്റിൽ നിറച്ചിരിക്കുന്ന അമൃതരസത്തിലിട്ടു. സിദ്ധാമൃതരസസ്പൃഷ്ട വജ്രസാരാ മഹൗജസഃ ഉത്തസ്തുർമേഘദലന വൈദ്യുതായിവ വന്നയഃ. സിദ്ധാമൃതരസസ്പർശത്താൽ ആ അസുരന്മാർ വജ്രം പോലെ ഉറപ്പുള്ള ശരീരങ്ങളോടും മഹാശക്തിയോടും കൂടിയവരുമായി മേഘത്തിനുള്ളിൽ നിന്ന് പുറപ്പെടുന്ന മിന്നൽ പിണറുകൾ എന്ന പോലെ എഴുന്നേറ്റു. വിലോക്യ ഭഗ്നസങ്കൽപ്പം വിമനസ്കം വൃഷധ്വജം തഥായം ഭഗവാൻ വിഷ്ണു സ്തോത്രോപായമകൽപ്പയത്. സങ്കല്പം വ്യർത്ഥമായതുകൊണ്ട് ദുഃഖിച്ചിരിക്കുന്ന ശിവനെ കണ്ട് സർവൈശ്വര്യ പരിപൂർണനായ ഈ വിഷ്ണു ഭഗവാൻ കൂപത്തിൽ കിടക്കുന്ന അമൃതരസം നശിപ്പിക്കുവാൻ വേണ്ടുന്ന ഉപായത്തെ അപ്പോൾ തന്നെ നിശ്ചയിച്ചു. വത്സ ആസീ തഥാ ബ്രഹ്മ സ്വയം വിഷ്ണുരയം ഹിഗൗ പ്രവിശ്യ ത്രിപുരം കാലേ രസകൂപാമൃതം പബൗ. ആ ഉപായം എന്തായിരുന്നുവെന്ന് കാണിക്കുന്നു. ആ സമയം തന്നെ ബ്രഹ്മദേവൻ പശുക്കുട്ടിയായിട്ടും ഭഗവാൻ ശ്രീ വിഷ്ണു പശുവായിട്ടും ഭവിച്ചു. മധ്യാഹ്ന സമയത്തിൽ ത്രിപുരത്തിൽ പ്രവേശിച്ച് കിണറ്റിൽ നിറച്ചിരിക്കുന്ന അമൃതരസം കുടിച്ചു. തേ സുരാഹ്യഭിപശ്യന്തോ നഷേധൻ വിമോഹിതാഃ തദ്വിജ്ഞായ മഹായോഗി രസപാലാനിദം ജഗൗ. കൂപാമൃതത്തെ കാത്തുരക്ഷിക്കാനായി നിർത്തിയിരിക്കുന്ന അസുരന്മാർ പശുവും കുട്ടിയും അമൃതപാനം ചെയ്യുന്നത് കണ്ടുവെങ്കിലും വിഷ്ണുമായയാൽ മോഹിതരായതുകൊണ്ട് വിരോധിച്ചില്ല. അതറിഞ്ഞ് മയൻ രസപാലകന്മാരോട് ഇങ്ങനെ പറഞ്ഞു. സ്വയം വിശോകശോകാർത്താൻ സ്മരൻ ദൈവഗതിം ചതാം ദേവോസുരോ നരോന്യോ വാ നേശ്വരോസ്തീഹ കശ്ചന ആത്മനോന്യസ്യ വാദിഷ്ടം ദേവേനാപോഹിതും ദ്വയോഃ അദാസൗ ശക്തിഭിഃ സ്വാഭിഃ ശംഭോ പ്രാഥനികം വെദാത്. ദൈവേച്ഛ അറിഞ്ഞ മയൻ ദുഃഖിച്ചില്ല. കൂപാമൃതത്തെ രക്ഷിക്കുന്ന അസുരന്മാർ ക്ലേശിക്കുന്നത് കണ്ടിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ക്ലേശിക്കണ്ട. ദേവനോ അസുരനോ മനുഷ്യനോ അന്യരായ ഗന്ധർവാദികളോ ആരോ ആവട്ടെ, ദൈവം തനിക്കോ അന്യനോ നിശ്ചയിച്ചിരിക്കുന്നത് മറ്റൊരു വിധത്തിലാക്കുവാൻ ആർക്കും ശക്തിയില്ല. അതിനാൽ ഇത് ദൈവമതമാണ് എന്നോർത്തടങ്ങിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അനന്തരം ഭഗവാൻ ശ്രീഹരി തൻ്റെ ശക്തികളെ കൊണ്ട് ശ്രീരുദ്രന് യുദ്ധത്തിന് ആവശ്യമായ
തേർ, കുതിര മുതലായ കോപ്പുകളുണ്ടാക്കി. ധർമ്മജ്ഞാന വിരക്വൃദ്ധി തപോ വിദ്യ ക്രിയാദിഭിഃ രഥം സൂതം ധ്വജം വാഹാൻ ധനുർവർമ്മ ശരാദിയത്. ധർമ്മം, ജ്ഞാനം, വൈരാഗ്യം, ഐശ്വര്യം, തപസ്, വിദ്യ, ക്രിയ എന്നീ ശക്തികളെ കൊണ്ട് തേർ, സാരഥി, കൊടിക്കൂറ, കുതിരകൾ, വില്ല്, ശരം, കവചം മുതലായ സാധനങ്ങൾ നിർമ്മിച്ചു. സന്നദ്ധോരഥമാസ്തായ ശരം ധനുരുപാദദേ ശരം ധനുഷി സന്ധായ മുഹൂർത്തേ വിജിതേശ്വരഃ ദദാഹ തേന ദുർഭേദ്യ ഹരോദത്രിപുരോ നൃപ ദിവിദുന്ദുഭയോ നേതുർവിമാനശതസങ്കുലാഃ. ഹേ രാജൻ, ശ്രീശിവൻ കവചാദികൾ ധരിച്ച് യുദ്ധത്തിനൊരുങ്ങി തേരിൽ കയറിയിരുന്നു. അഭിജിത്ത് എന്നുപേരായ മുഹൂർത്ത സമയത്തിൽ തൻ്റെ വില്ലിൽ ശരം തൊടുത്തു. ഭേദിപ്പാൻ കഴിയാതിരുന്ന 3 പുരങ്ങളെ ദഹിപ്പിച്ചു. ആകാശത്തിൽ വിമാനങ്ങളുടെ കൂട്ടം വന്നു നിറഞ്ഞു. ദേവാദികൾ ദുന്ദുഭി മുതലായ വാദ്യങ്ങൾ മുഴക്കി. ദേവർഷി പിതൃസിദ്ധേശ ജയേതി കുസുമോത്കരൈഃ അവാകിരഞ്ജഗുർഹൃഷ്ടാൻ അനുതുശ്ചാപ്സരോഗണാഃ. ദേവന്മാർ, ഋഷികൾ, പിതൃക്കൾ, സിദ്ധേശന്മാർ മുതലായവർ ജയിച്ചാലും എന്നുച്ചരിച്ചും കൊണ്ട് പുഷ്പങ്ങൾ വർഷിച്ചു. സന്തുഷ്ടരായിട്ട് പാട്ടുപാടി അപ്സരസുകൾ നർത്തനം ചെയ്തു. ഏവം ദഗ്ധ്വാ പുരസ്ത്രിസ്രോ ഭഗവാൻ പുരഃ നൃപ ബ്രഹ്മാദിഭിഃ സ്തൂയമാനഃ സ്വധാമ പ്രത്യപദ്യത. ഹേ രാജൻ, ഭഗവാൻ ശ്രീശിവൻ ഇപ്രകാരം ത്രിപുരങ്ങളെ ദഹിപ്പിച്ചപ്പോൾ ബ്രഹ്മാദിദേവന്മാർ ശ്രീരുദ്രനെ സ്തോത്രം ചെയ്തു. ഇപ്രകാരം സ്തുതിക്കപ്പെടുന്നവനായി ശ്രീശിവൻ സ്വസ്ഥാനത്തെ പ്രാപിക്കുകയും ചെയ്തു. ഏവം വിധാന്യസ്യ ഹരേ സ്വമായയാ വിഡംബമാനസ്യ നൃലോകമാത്മനഃ വീര്യാണി ഗീതാൻ ഋഷിഭിർജഗദ്ഗുരോ ലോകാൻ പുനാന്യപരം വദാമി കിം. ഹേ രാജൻ, സ്വമായാശക്തിയാൽ മനുഷ്യരൂപത്തെ അഭിനയിച്ച് ഭക്തന്മാരുടെ സന്താപങ്ങളെ നിശ്ശേഷം സംഹരിക്കുന്ന പരമാത്മാവും ജഗദ്ഗുരുവുമായ ശ്രീഹരിയുടെ ഇപ്രകാരമുള്ള വീര്യങ്ങൾ അനന്തങ്ങളാകുന്നു. അവയെല്ലാം ലോകങ്ങളുടെ പാപങ്ങൾ നശിപ്പിക്കുന്നതിന് യോഗ്യങ്ങളാകയാൽ ഋഷികളായ ഞങ്ങൾ അവയെ നിരന്തരം ഗാനം ചെയ്യുന്നു. ഭഗവാന്റെ മഹിമയെ മുഴുവനും പറയുവാൻ സാധിക്കുന്നതല്ല. ഇനി ഞാൻ എന്താണ് അങ്ങയോട് പറയേണ്ടത്? അതിനെ ചോദിച്ചാൽ പറയാം. 10-ാമത്തെ അധ്യായം സമാപിച്ചു. 11-ാം അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.